ഹലോ, ഞങ്ങള് നാളെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സ്റ്റേക്കേഷൻ പോവാ. നമുക്ക് ഇവിടെ അവധിയാണ്, ലോങ് വീക്കെൻഡാ. അപ്പൊ നാളെ പോയി നാളത്തേക്ക് നമ്മൾ തിരിച്ചു വരും. ഫ്രാൻസിൽ ഒരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോകുമ്പോൾ ഹെയർ ബേബിക്ക് എന്തൊക്കെയാ പാക്ക് ചെയ്യുന്നുണ്ട് കൊണ്ടുപോകുന്നത് കാണാം. ഡൈപ്പർ ചേഞ്ചിങ്ങിന്റെ ഒരു മാറ്റ് ഉണ്ട്, ഡൈപ്പർ ഉണ്ട്, എക്സ്ട്രാ ഡ്രസ് ഉണ്ട്, സൺസ്ക്രീൻ, അവിടെ ചെറിയ ഫുഡ്, സ്നാക്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് കൂടാതെ 2 ദിവസത്തേക്ക് നമ്മള് ഒരു 3-4 ജോഡി ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ പൂൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിട്ട് ചാടിക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചാൽ നമ്മുടെ സിൻസ്യൂട്ട് ഉണ്ട്. പിന്നെ അവളുടെ ഒരു ടവലുണ്ട്, അങ്ങനത്തെ സാധനം. പിന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനം, നമ്മുടെ മെഡിസിൻ കിറ്റ്. അതിലവിടെ നോസ് ക്ലീൻ ചെയ്യുന്ന സംഭവമുണ്ട്, നോസ് ക്ലീൻ ചെയ്യുന്ന വെള്ളമുണ്ട്, നോർമൽ സലൈൻ, പിന്നെ അവളുടെ വൈറ്റമിൻ ഡി ഡ്രോപ്സ് ഉണ്ട്, മോയിസ്ചറൈസർ ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്. സൺസ്ക്രീൻ ഇല്ലാതെ പോകാൻ പറ്റില്ല, ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ കുറച്ച് കളിപ്പാട്ടം, പിന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഇവിടെ ഉള്ളത് കാരണം ഭയങ്കര എളുപ്പമാട്ടോ. ഇപ്പൊ ഇവിടെ 10 months ആയാലും അപ്പൊ ഫുഡൊക്കെ സോൾട്സ് ഒക്കെ കഴിച്ചു തുടങ്ങും. ഇത് ഫ്രൂട്ട് ആണ്, ഇത് മീറ്റൊക്കെ ഉള്ള ഒരു മിക്സ് ഉള്ള ഫുഡ്. അപ്പൊ അത് നമ്മൾ എടുക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇവൾക്കും എന്തെങ്കിലും കഴിക്കാൻ കിട്ടില്ലെങ്കിൽ സങ്കടം വരും. അപ്പൊ അങ്ങനത്തെ സ്റ്റേജിലെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തുന്ന സാധനമാണ് ഇവളുടെ ഈ സ്നാക്സ്. അതുകൊണ്ട് ആ സ്നാക്സ് എടുത്ത് വെക്കും. പിന്നെ ഇത് ഫുള്ള് കൊണ്ടുപോകാനുള്ള വെട്ടിയല്ല, ഡ്രസ്സിന് ചേരുന്ന കുറച്ച് ക്ലിപ്സ് എടുത്തിട്ട് ഞാൻ ബാഗിലിടും. നല്ല ഡ്രസ്സില്ലേ, അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്യണം. പിന്നെ നമ്മള് ഡൈപ്പർ, കുറച്ച് സാധനങ്ങളായിട്ട് എടുക്കാന്ന് വെച്ച് കളിക്കാൻ തുടങ്ങി. ഇത് കളിക്കുന്ന സാധനമല്ല, ഇത് മൂക്ക് കഴിയുന്ന സാധനമോ. ഇത് വേണ്ട, ഇവിടെ മരുന്ന്, ടിഷ്യൂ പേപ്പറിന്റെ പാക്കറ്റുള്ളത് കാണാൻ വയ്യ. അപ്പൊ തന്നെ മിക്കവാറും പുറത്തു കൊണ്ടുവരും. നമുക്ക് എല്ലായിടത്തും ബാഗ് വെക്കാം. ഇത് ചെറുതിലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെങ്കിലും ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കും. എന്തിനാന്ന് അറിഞ്ഞോടെ ഇപ്പൊ നമ്മളത് ഉപയോഗിക്കാറില്ല. ഇതിനകത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ കേൾപ്പിക്കാം. ഇതാണ് വൈറ്റ് നോയ്സ്. അപ്പം ചെറുതിൽ ഇവൾ ഉറങ്ങാൻ നേരത്ത് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കാമിങ് ആയിരുന്നു അവൾക്ക്. അപ്പം ഇനി ബാക്കി ഹെറവിയെ ഉറക്കിയിട്ടാവാം, എല്ലാം പുറത്തിയടിക്കുക. ഗുഡ് മോർണിംഗ്. അത്രയ്ക്ക് നല്ല ഉറക്കം തെളിഞ്ഞ ഒരു ഗുഡ് മോർണിംഗ് ഒന്നും അല്ല, എന്നാലേ യാത്ര പോകുന്ന കാരണം ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പുമാമനും ഉണ്ട് കൂടെ. അപ്പുമാമൻ ഇന്നലെ ലേറ്റ് ആയിട്ട് വന്ന് കിടന്ന കാരണം ചെറിയ ക്ഷീണത്തിലാണ്. അങ്ങനെ നമ്മൾ ഫ്രാൻസ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേയിലേക്ക് ഓൾമോസ്റ്റ് നമ്മളെത്തി. അപ്പം നമ്മൾ Airbnb വഴി കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ തവണയും നമ്മുടെ സ്റ്റേ എല്ലാം ബുക്ക് ചെയ്യുന്നത്. അപ്പം ഇത്തവണ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ഹോസ്റ്റിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീ കിട്ടുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിൽ ബാക്കി എല്ലാവരും പുറകെ വരും, നമ്മൾ ആദ്യം ചെല്ലുന്നത്. അപ്പം നമ്മൾ നേരെ പോയി നമ്മുടെ ഹോസ്റ്റിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ വീടിന്റെ കീ മേടിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റേയിലെത്തിയേ. നമ്മളാണല്ലോ ആദ്യം വന്നത്. ഇനി ബാക്കി എല്ലാവരും വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. പിച്ചേട്ടനും ഈ ചേച്ചിക്ക് വരുമല്ലോ. ഉറക്കത്തിൽ നിന്ന് ജസ്റ്റ് എഴുന്നേറ്റതുള്ളൂ ഹെറാബി, അതുകൊണ്ട് അവൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഒന്നിനും. അപ്പം ഞാനൊന്ന് പോയി വീടൊക്കെ ഒന്ന് കണ്ടൊരു ഹോം ടൂർ നടത്തിയേക്കാന്ന്. അപ്പോൾ നേരെ പോയി വിശാലമായ ഹാൾ കണ്ടു, ഇഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും കൂടെ പാർട്ടി ചെയ്യാനുള്ള സ്ഥലമുണ്ട് അവിടെ. പിന്നെ നമ്മുടെ റൂം കണ്ടു. അവൾക്ക് വേണ്ടി ഒരു കോട്ടിക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു കാണാൻ. അവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ വീടിക്കൊന്ന് ജസ്റ്റ് കണ്ടു തുടങ്ങിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിക്ക് ഓരോരുത്തർ താഴെ എത്തി തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. ഹെറാബിയും ഡാഡയും കൂടെ അതിൽ വഴി നടപ്പുണ്ടായിരുന്നു. അപ്പുമാമനും ചെന്ന് അവരവിടെ ഓൾറെഡി കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം നമ്മുടെ ബാക്കി ഫ്രണ്ട്സും അവരുടെ പേരൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിപൊളിയായിരുന്നു, എല്ലാവരും എത്തി. അപ്പം നമ്മുടെ പരിപാടി തുടങ്ങി. കോക്ടെയിൽ മിക്സർ ശങ്കർവി കോക്ടെയിൽ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ എന്ത് ചോദിക്കുന്നു അതനുസരിച്ചുള്ള കോക്ടെയിൽ ശങ്കർവി നമുക്ക് തരും. പിന്നെ പിള്ളേർക്കുള്ള മെയിൻ പരിപാടിയായിരുന്നു നമ്മൾ ഈ പൂള് കൊണ്ടുവന്ന് അത് ഇൻഫ്ലേറ്റ് ചെയ്ത് കുറേ വെള്ളം ഒഴിച്ച് കൊടുത്ത് അവരവിടെ സെറ്റായിരുന്നു, കളിയായിരുന്നു. വാട്ടർ ഗണ്ണിക്ക് ഉണ്ടായിരുന്നു, നമ്മൾ വെടി വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കിടന്ന് എല്ലാവരും കിടന്ന് ഓടുന്നത് രസമുണ്ടായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് നമ്മൾ പോയി കുറച്ച് നേരം ബാഡ്മിൻ്റൺ കളിച്ച്. പിന്നെ നമ്മുടെ മെയിൻ വിശന്നു തുടങ്ങുമല്ലോ, അപ്പോൾ നമുക്ക് ബാർബിക്യൂ ചെയ്യാം. അങ്ങനെ ഇവരിവിടെ നിന്ന് ബാർബിക്യൂ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇടയ്ക്ക് വന്ന് കുറേ കളി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് റെസ്റ്റിങ്ങും ഫുഡടിയും അതങ്ങനെ പാരലലി നടക്കുന്നു. എനർജി ഉള്ളവർ അവിടെ കളിക്കുന്നു. അങ്ങനെ ഫുഡ് അടിച്ച് നമ്മളും എനർജി ഉണ്ടാക്കിയിട്ട് നമ്മളും കളിക്കാൻ പോകുന്നു ബാഡ്മിൻ്റൺ. അത് കഴിയുമ്പോൾ നമ്മൾ തേത്തിരിക്കുന്ന ഫുട്ബോൾ. വിശാലമായ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അതുകൊണ്ടൊരു ഗോൾ പോസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും കൂടെ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ഉണ്ടായിരുന്ന എനർജിയും ആ ബാർബിക്ക് കഴിച്ചിട്ട് കിട്ടിയ എനർജി എല്ലാം അവിടെ തന്നെ ഫുട്ബോൾ കളിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാ സ്റ്റേയുടെയും മെയിൻ ഇവൻറ്റ് നമ്മുടെ സ്വന്തം DJ പാർട്ടി ആയിട്ട് അങ്ങനെ നമ്മൾ DJ പാർട്ടിയിലേക്ക് കടന്നു. എല്ലാവരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു ടൈമും കൂടെ കേട്ടോ. അത് നല്ല രസമാണ്, നല്ല അടിപൊളി ഒരു ക്വാളിറ്റി ടൈം. നന്നായിട്ട് നമ്മളങ്ങ് എൻജോയ് ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയത്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഹെറാബി രാവിലെ എഴുന്നേറ്റ് കാരണം ഞങ്ങൾ കൂടുതൽ എഴുന്നേറ്റ് പോന്നു. അപ്പോൾ രാവിലത്തെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പുറത്തുകൂടെ നടക്കുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചേരൊക്കെ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയേക്കും. നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളൊരു ബീച്ചിലും കൂടെ പോയിട്ടോ വീട്ടിലോട്ട് പോകുന്നു.
അങ്ങനെ നമ്മളെല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടെത്തി. എല്ലാവരുടെ സാധനങ്ങളൊക്കെ വണ്ടിയെ വെച്ചു. അപ്പം നമ്മളിപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചലിക്കാം. നമ്മൾ ചലിക്കുന്ന വഴിക്കാൻ പറഞ്ഞില്ലേ, പോണ വഴിക്ക് നമ്മളൊരു ബീച്ചിൽ പോകുന്നുണ്ട്. നമ്മൾ ഫ്രാൻസിലെ എത്രൈറ്റ് ബീച്ചിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോണ ഇതാട്ടോ ഇത്. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എത്തി. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നടന്ന് നമ്മൾ ബീച്ച് സൈഡിലെത്തിയപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു അവിടെ. അപ്പോൾ അത്രയും ക്രൗഡിലും അല്ലെങ്കിലും അതൊരു പെബിൾ ബീച്ച്, അവിടെ നമുക്ക് ബീച്ചിൽ ഇറങ്ങി അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് പോയി നിന്ന് ആ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു ബീച്ച് കണ്ടുപിടിച്ച് ലൊക്കേഷൻ ഇട്ട് നേരെ അങ്ങോട്ട് വിട്ടടിച്ചു. അവിടെ എത്താറായപ്പോൾ ഏറെക്കുറെ സൺസെറ്റിൻ്റെ സമയമായി. പക്ഷെ ഞങ്ങൾ വളരെയധികം ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സൺസെറ്റായിരുന്നു ആ ബീച്ചിലുണ്ടായിരുന്നത്. കളിച്ച് വെള്ളത്തിൽ തകർത്ത് തിമിർന്ന് അടിപൊളി, പറഞ്ഞറിയിക്കാൻ വേർഡ്സ് വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും രസമുണ്ടായിരുന്നു അന്ന് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത ടൈം. ടാറ്റാ.